അതെ, ഇന്നത്തെ നമ്മളെ മുതല് പറഞ്ഞ ഏക്കറിന് വെറും 7,50,000 വില വരുന്ന, അതായത് ഒരു സെന്റ് സ്ഥലത്തിന് 7,500 മാത്രം വില വരുന്നത്. ഈ കാണുന്ന ഒരു 7 ഏക്കർ 75 സെന്റ് സ്ഥലം, നല്ല കിടിലൻ പ്ലോട്ട്, ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്കും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യും. പിന്നെ നിങ്ങളെ വീടോ സ്ഥലമോ പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാ നിങ്ങള്, നമ്മൾ ഈ കാണുന്ന തോടുണ്ടെങ്കിൽ ഇത് നമ്മളെ പറമ്പിന്റെ സെന്റർ കൂടെ ഒഴുകുന്ന തോടാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാ നിങ്ങള് ഇതാക്കണേ, ഈ കാണുന്ന റോഡ് ഉണ്ടെങ്കിൽ ഇത് നമ്മളെ പറമ്പിന്റെ സെന്റർ കൂടെ പോണ റോഡാണ് കേട്ടോ. ഏത് വണ്ടി വേണമെങ്കിലും പോകാൻ സൗകര്യത്തിനുള്ള വലിയ വഴിയും കാര്യങ്ങളൊക്കെയാണ്. ലോറി അടക്കം എല്ലാ വണ്ടിയും വരുന്ന റോഡാണ് കേട്ടോ. അതും ഏക്കറിന് വെറും 7,50,000 കിട്ടും. നിങ്ങൾക്ക് ഇതേ മാറ്റൊരു മുതൽ എവിടെയെങ്കിലും കിട്ടുമോ? ഇങ്ങനത്തെ മുതല് ഇതാക്കണം. ഇനി പറമ്പിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് നോക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയി നോക്കാം നമുക്ക് കേട്ടോ. പോരി, നമുക്ക് പോയി നോക്കാം. നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ റോഡ് ഫ്രണ്ടേജ് ഏകദേശം ഒരു 300 മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കുന്നത് പ്ലോട്ട് ഇതാക്കുന്നത് റോഡിന്റെ 2 സൈഡിലായിട്ടാണ് കിടക്കുന്നത്. കുറച്ച് ഭാഗം ഈ ഭാഗത്തേക്കും ഉണ്ട്, കുറച്ച് ബാക്കി ബാലൻസ് ഭാഗം ഈ ഭാഗത്തേക്കും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ നമുക്ക് പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ട്. പിന്നെ അങ്ങേ തല വരെ ഉണ്ട്, ഒക്കെ കാണിച്ചു തരാം. ഇനി ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അടുത്ത് നമ്മളെ സ്ഥലത്തിന്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. താമസമൊക്കെ ഒരുപാടുള്ള ഏരിയ ആണ് കേട്ടോ. നല്ലൊരു സൈലന്റ് ആയ പ്രദേശം കൂടിയാണ്. മൊത്തം സ്ഥലം വരുന്നത് 7.25 ഏക്കർ സ്ഥലമാണ് കേട്ടോ. ഇനി വരി നമുക്ക് സ്ഥലത്തിന്റെ ഏകദേശം എന്താ പറയാ, ഒരു ഏകദേശം വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് കണ്ടോണ്ടിരിക്കണേ. ഇനി പോയി നോക്കാം നമുക്ക്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണ് ഇതാക്കണേ, ഇത് നമ്മളെ പറമ്പിലുള്ള തേക്കാട്ടോ. ഇതൊക്കെ ചെറുത് ഇതാക്കണേ, ഇവിടെ ഉണ്ട് തേക്ക്. ഇതൊക്കെ ചെറുതുകളാട്ടോ. അതൊക്കെ കണ്ടില്ലേ, ഒക്കെ ചെറുതുകളാ. ഇതേമാരിക്കൊരു 600ഓളം തേക്കുണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തിട്ടോ. 1ഉം 2ഉം അല്ല, 600ഓളം തേക്കുണ്ട്. പിന്നെ വലിയ വലിയ തേക്കുണ്ട്. 3 അടിക്ക് മുകളിൽ വണ്ണുള്ള 30ഓളം തേക്കുകളുണ്ട് കേട്ടോ. അതൊക്കെ കാട്ടിത്തരാം. ഇതാക്കണത് ഇത് വേറൊരു മരമാണ്. ഇവിടെയൊക്കെയാണ് പിടിച്ചാ പിടിയാറുമില്ല അജാതി മുതല് വണ്ണം കേട്ടോ. നോക്കി ഏത് മരം നിൽക്കും മനസ്സിലാവില്ല. വലിയ വലിയ മരങ്ങൾ, കാട്ടുമരങ്ങൾ തന്നെ ഇഷ്ടമാരിക്കുണ്ട് ഈ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും ഇതാക്കണം. ഈ കാണുന്നതൊക്കെ കൊക്കോയാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങള് എത്രങ്ങാനും കൊക്കോയറിയാം. ഒക്കെ നല്ല നല്ല കായ പിടിക്കണ നല്ല നല്ല വലിയ വലിയ കൊക്കോയുണ്ടോ. ഇതിന്റെ ഒന്നും എണ്ണ എത്രയാന്ന് നമുക്കും അറിയില്ല, ഓൽക്കും അറിയില്ല കേട്ടോ. എണ്ണ ഒന്നും അവർക്ക് കറക്റ്റ് അറിയില്ല, എണ്ണി നോക്കിയിട്ടില്ല. കാരണം മൊത്തം 7.25 ഏക്കർ സ്ഥലം വരുന്നുണ്ട്. അതിനകത്ത് കുറെ കൊക്കോ ഇതേമാർക്ക് എല്ലായിടത്തും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ് ഇതേമാർക്കുള്ള തേക്ക് അങ്ങോട്ട് നോക്കിയേ കണ്ടോ. ഇതേമാർക്കുള്ള തേക്കുണ്ട്, ഇഷ്ടംപോലെ തേക്കും ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാണേ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ മൊത്തം ഒരു ഇരുട്ടായി ഇങ്ങനെ കാണാം കേട്ടോ. ഒരു എന്താ പറയാ, ഫുള്ള് ഇലയൊക്കെ തിങ്ങിങ്ങനെ നിറഞ്ഞ് കിടക്കാണ്. ഈ ഭാഗം മൊത്തം കൊക്കോയാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ഒരു പ്ലോട്ട് ഫുള്ള് റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കണോണ്ട് നമുക്ക് ഈ ഒരു പ്ലോട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു റിസോർട്ടോ ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഫാമൊക്കെ നടത്താം. ഫാം ടൂറിസത്തിനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെ കേട്ടോ. വെള്ളത്തിന്റെ സൗകര്യം ഉണ്ട്, അതുപോലെ കറണ്ടിന്റെ കണക്ഷൻ ഉണ്ട്. ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ എല്ലായിടത്തും വരുന്നുണ്ട് കേട്ടോ. കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ എടുക്കാനൊക്കെ സുഖമാണ്. പിന്നെ ഇതാക്കണേ നമ്മളെ പ്ലോട്ട് നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശം കേട്ടോ. ആൾക്കാരെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫാമൊക്കെ നടത്താം. ആട് ഫാമോ പശു ഫാമോ കോഴി ഫാമോ എന്ത് വേണമെങ്കിലും ഏത് ഫാം വേണേലും നടത്താനൊക്കെ സുഖമാണ്. അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മളെ പ്ലോട്ടിനകത്ത് വെട്ടാൻ ടാപ്പിംഗ് ആക്കാൻ പ്രായമായിട്ടുള്ള 300ഓളം റബ്ബറുകളുണ്ട്. അത് 105ഉം 414 മിക്സ് ആണ് കേട്ടോ. ഇപ്പൊ ഈ കാണുന്നത് 414 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ്. ഇതിന്റെ കുറച്ച് ബാക്കി ബാലൻസ് ഭാഗം കുറച്ച് അപ്പുറത്താണുള്ളത്. മൊത്തം 300ഓളം എണ്ണം വരുന്നുണ്ട് കേട്ടോ. ഇതേമാർക്ക് നല്ല നല്ല വണ്ണുള്ള മരങ്ങളാണ്. ഒക്കെ ടാപ്പിംഗ് ആക്കാൻ പാകമായിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോ ഫാം ഒക്കെ തുടങ്ങാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നിലവിലിനകത്ത് റോഡ് സൗകര്യം ഉണ്ട്. ഏത് വണ്ടി വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് കറണ്ടിന്റെ കണക്ഷൻ എടുക്കാൻ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ പ്ലോട്ടിൽ തന്നെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട നമുക്ക് വെള്ളമാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ ഈ വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാല് വറ്റാത്ത വെള്ളമുള്ള നല്ലൊരു കുളം കേട്ടോ. അധികം ആഴോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ ടൈം ഉണ്ടാകും ഈ വെള്ളം ഇതേമാർക്ക് വേനൽക്കൊക്കെ കേട്ടോ. പിന്നെ ഇതാക്കണേ നമ്മള് പ്ലോട്ട് ചെറിയ ചെരിവുള്ള സ്ഥലമാണ്. അപ്പൊ ഇതിപ്പോ നമ്മള് പ്ലോട്ടിന്റെ ഏകദേശം കിടപ്പാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കിടക്കാണ്, മൊത്തത്തില് കിടക്കാണ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ. ഈ ഒരു ഏരിയ മൊത്തം നമ്മളെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണ് തെങ്ങാണ് ഈ കാണട്ടോ. നല്ല കായ്ക്കണ തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ പറമ്പിനകത്ത്. ഇതിപ്പോ നോക്കാൻ ആളില്ലാത്തോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കിടക്കണം കേട്ടോ. നല്ല കായ്ക്കണ തെങ്ങാണ്, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരിങ്ങള് ഇതാക്കണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് ഈ കാണുന്നത് മൊത്തം കൊക്കോയാണ് കേട്ടോ. ഇഷ്ടംപോലെ കൊക്കോ ഉണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. അങ്ങോട്ട് നോക്കിയാണ് റോഡിന്റെ ഇപ്പുറം ഭാഗത്തേക്ക് കേട്ടോ.
പിന്നെ ഇതാക്കണ് ഇനി ഇങ്ങോട്ട് വരും അത് കാണുന്ന തേക്കണ്ടങ്ങള് ഇട്ടോക്കി നല്ല നല്ല വണ്ണുള്ള ജാതി വലിയ വലിയ തേക്കുകള്. ഈ ഒരു ഭാഗത്തേക്ക് മേലേക്ക് ഫുള്ള് തേക്കുകളാണ് കേട്ടോ. മൊത്തം 600ഓളം തേക്ക് ഇതേമാർക്ക് ഇങ്ങനെ നിരന്ന് കിടക്കാം നമ്മളെ പ്ലോട്ടിനകത്ത്. കിട്ടും ഇതേമാർക്ക് ഒരു മുതല് വെറും 7.5 ലക്ഷം ഉറുപ്പ്യക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടും ഇതേമാർക്ക് ഇജാതി മുതലുള്ള ഒരു സ്ഥലം. ഇനി ഇങ്ങോട്ട് വരും, ഇനി നിങ്ങൾക്ക് വേറൊരു ലോകം കാട്ടിത്തരാം കേട്ടോ. വേറൊരു കൂട്ടരെ ലോകം കാട്ടിത്തരാം. നല്ല കിടിലം വ്യൂ ഒക്കെ ഉള്ള അടിപൊളി ഒരു സ്ഥലം കാട്ടിത്തരാം. ഇങ്ങോട്ട് വരി, എളുപ്പം വരി, വേഗം വരണം. ഇങ്ങോട്ട് വന്ന് നോക്കിയാണ് നിങ്ങള്. ഇതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങോട്ട് വന്ന് നോക്കി. ഞാൻ അങ്ങോട്ട് നേരത്തെ പറഞ്ഞില്ല, നല്ല റിസോർട്ട്, ഹോം സ്റ്റേ, ഹട്ടുകള് അങ്ങനെയൊക്കെ തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു കിടിലം പ്ലോട്ടാണ് നമ്മളതെന്ന് പറഞ്ഞില്ലേ. അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ. ഏജാതി മുതല് വ്യൂ ഉള്ള സ്ഥലമാണ്. ഏതാ മുതൽ അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ. ഇത് ഇവരെ ലോകാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയാണ് ഈ കാണുന്ന മൊത്തം ജാതി ഇതോല ലോകാണ്. ഏകദേശം ഒരു 100-100ഓളം ജാതി ഉണ്ട്. ഇത് ഇതേമാർക്ക് കായ്ക്കണ നല്ല നല്ല ബഡ് ജാതിയാണ് കേട്ടോ ഈ കാണുന്നത്. ഓലിങ്ങനെ കായ്ക്കണ്, ആദായങ്ങളെല്ലാം നല്ലോണം തരുന്ന്. ഓല അങ്ങനെ കഴിഞ്ഞു പോകണ്ട ഈ ഒരു ഭാഗത്തിട്ട്. അത് ഓല ലോകാണ്. ഈ പറഞ്ഞ അങ്ങോട്ടുള്ള വ്യൂ ആണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ. അങ്ങോട്ടൊന്ന് നോക്കിയാണ്. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലോട്ടിന്റെ ഏറ്റവും ടോപ്പിൽ മേലെ കയറി കഴിഞ്ഞാൽ എന്തുമാതിരിയൊക്കെ വ്യൂ എന്നറിയാം നിങ്ങൾക്ക്. അമ്മാരത്തെ കിടിലം പ്ലോട്ടാണ് കേട്ടോ. ഇനി ഇതാക്കണ് ഞാൻ അങ്ങനെ കിടക്കാണ്. കഴിഞ്ഞിട്ടില്ല, നമ്മളെ സ്ഥലം കഴിഞ്ഞിട്ടില്ല. 300 മീറ്ററോളം, ഏകദേശം ഒരു 300 മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് കേട്ടോ. നടക്കണ വഴി നീളതാക്കണ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഒരു 5-8 പോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞാണ്. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങള്. ആക്കണ് അവിടെ ഉണ്ട് പോസ്റ്റ്. ഇപ്പൊ റോഡിന്റെ താഴെ ഭാഗത്തേക്കും മേലെ ഭാഗത്തേക്കും ഇങ്ങനെ കിടക്കാണ്. ഈ ഒരു ഭാഗത്തേക്ക് കണ്ടില്ല നിങ്ങൾ, ഫുള്ള് തേക്കാണ് ഈ കാണുന്നത്. മേലെ ഭാഗം മൊത്തം കംപ്ലീറ്റ് തേക്കാണ് കേട്ടോ. തേക്കിന്റെ തോട്ടം തന്നെ പറയാം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോ. ദുനിയാവ് കുറെ താണ്ടാണ്ട് കേട്ടോ. കുറെ നേരം നമ്മൾ നടന്നിട്ട് ഞമ്മക്ക് എത്തുന്നില്ല. നിങ്ങോട്ട് നോക്കിയാണെങ്കിൽ അപ്പൊ നമ്മള് പ്ലോട്ടിന്റെ അതിരിന്റെ എൻഡ് ഭാഗത്താണ് ഇപ്പൊ ഞാൻ നിക്കണ കേട്ടോ. ഇതാക്കണേ നമുക്ക് ഈ അതിന്റെ എൻഡ് ഭാഗത്തോട്ട് ഈ ലാസ്റ്റിൽ ഉണ്ടാക്കണ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണം ഇനി ഇവിടം വരെയാണ് നമ്മളെ സ്ഥലത്തിന്റെ അതിര് തീരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫുള്ള് റബ്ബറാണ്. ഇപ്പൊ കുറച്ച് കാടെല്ലാം കയറി കിടക്കണതാണ്, മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഇവിടം വരെയാണ് നമ്മളെ സ്ഥലത്തിന്റെ അതിര് എൻഡ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ കിടക്കാണ്. ഫുള്ള് ടാറിങ് റോഡോട് കൂടിയിട്ട് തന്നെ കിടക്കുന്ന സ്ഥലമാണ്. ഇനി നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിയാണ് എജാതി മുതല് വ്യൂ ഉള്ള സ്ഥലമാണ് അറിയോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നോക്കിയാണ് നിങ്ങള്. നല്ല കിടിലം വ്യൂ സൈറ്റ് സ്ഥലം. പിന്നെ ഇതാക്കണ് തൊട്ടടുത്ത് ആ ഒരു ഭാഗത്തോട്ട് താഴെ ഭാഗത്തോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല നല്ല കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്തേക്കൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ. പിന്നെന്താണ്, ഇത്രയ്ക്കാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ കേട്ടോ. സ്ഥലം ഇഷ്ടപ്പെട്ടവർക്ക് ഇത്രയും നേരം ഞാൻ സ്ഥലം ഞാൻ പറഞ്ഞ എവിടെയാണ് ഈ ഒരു പ്ലോട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഉദയഗിരി ഒരു 5 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു പ്ലോട്ട് കാണാൻ വരണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ട്, അവർക്കൊക്കെ മാക്സിമം പടപടയാറിട്ട് ഷെയർ ചെയ്ത് വിട്ടോളിട്ടോ. പിന്നെ നിങ്ങളെ വീടും സ്ഥലവും പ്രോപ്പർട്ടി ഒക്കെ ഇതേപോലെ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് താഴെ കാണാൻ ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.